മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 83ാമത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സൈലീഷ്യ എന്ന അധ്യായമാണ് നമ്മൾ തുടർന്നും പരിഗണിക്കുന്നത്. സൈലീഷ്യയിലെ 4ാം ഭാഗമാണ് ഈ എപ്പിസോഡിൽ വരുന്നത്. നമുക്കതിൻ്റെ വളരെ വിശേഷപ്പെട്ട ചില സിംറ്റംസ്, വിശേഷിച്ചും ചെവി, മൂക്ക് എന്നിവയായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രോഗികൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രശ്നങ്ങളിൽ സൈലീഷ്യ എങ്ങനെ പ്രയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള കെൻറ്റിൻ്റെ ചില വിശദീകരണങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ശ്രമിക്കാം. ദ മോസ്റ്റ് ഇൻവെർട്ടറേറ്റ് കേസസ് ഓഫ് കാറ്റാറ ഓഫ് ദ ഇയർ, ഓൾഡ് ഒഫൻസീവ് തിക്ക് യെല്ലോ ഒട്ടോറിയ following scarlet fever, all sorts of abnormalities of hearing, even to deafness. ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ബധിരതയോളം എത്തുന്ന ഏതാണ്ട് എല്ലാത്തരം ശ്രവണ സംബന്ധമായ പ്രശ്നങ്ങളെയും ഒരു പരിധിവരെയെങ്കിലും സൈലീഷ്യ സ്വാധീനിക്കുമെന്നാണ് കെൻ്റിയുടെ പറയുന്നത്. അപ്പോൾ ചെവിയുടെ കാര്യത്തിൽ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് സൈലീഷ്യയുടെ ഇൻഫ്ലുവൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഉണ്ടോ? മോസ്റ്റ് ഇൻവെർട്ടറേറ്റ് കേസസ്, പഴകി ഇനി മാറ്റം വരില്ല എന്ന് കരുതുന്ന സ്ഥിരപ്പെട്ടു പോയ ചില പ്രശ്നങ്ങൾ. ഒരു ക്രോണിക് കേസ് എന്ന് പറഞ്ഞാൽ പോരാ, മോസ്റ്റ് ഇൻവെർട്ടറേറ്റ് കേസസ്, അത് അയാളിൽ എംബഡഡ്, അയാളുടെ ശരീരത്തിലും മനസ്സിലുമൊക്കെ എംബഡഡായി എന്ന് വരുന്നൊരവസ്ഥ. അങ്ങനത്തെ എന്താണ് കാറ്റർ ഓഫ് ദ ഇയർ, ഓൾഡ് ഒഫൻസീവ് തിക്ക് യെല്ലോ ഒട്ടോറിയ. ഒഫൻസീവ്, ദുർഗന്ധമുള്ള, കട്ടിയുള്ള, മഞ്ഞ നിറമുള്ള ചെവി എന്നുള്ള ഒലിപ്പ്. എങ്ങനെയാ? സ്കാർലറ്റ് ഫീവറിനെ തുടർന്നുണ്ടാകുന്നത്. സ്കാർലറ്റ് ഫീവറിനെ ശരിയായ രീതിയിൽ ഹീൽ ചെയ്യാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്നതിനെ തുടർന്ന് ഉണ്ടാകുന്ന ചെവിയിൽ ഇത്തരം ബുദ്ധിമുട്ടേറിയ സുസ്ഥിരമായി പോയെന്ന് കരുതുന്ന പ്രശ്നങ്ങൾ. ഇനി ഓൾ സോർട്സ് ഓഫ് അബ്നോർമാലിറ്റീസ് ഇൻ ഹിയറിംഗ്, കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം അബ്നോർമാലിറ്റീസും, നോർമൽ അല്ലാത്ത എല്ലാത്തരം ഹിയറിങ്സും, അവിടെ എല്ലാം സൈലീഷ്യയ്ക്കൊരു പ്രയോഗം ഉണ്ടെന്ന് കരുതുമ്പോൾ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് സൈലീഷ്യയുടെ ഇയർ സിംറ്റംസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ടു ഡെഫ്നെസ്, ബധിരതയോളം എത്തുന്നു. റോറിംഗ് ഇൻ ദ ഇയേഴ്സ് അസോസിയേറ്റ് വിത്ത് മെനി ഡിസീസസ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ്. ഹിസ്സിംഗ്, roaring like stream, like a train of cars, many times from mechanical cause and other times from a condition of the nerves. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ചെവിയിലുണ്ടാകുന്ന പല ശബ്ദങ്ങൾ, ഇരമ്പൽ ശബ്ദം, റോറിങ് ശബ്ദം, ഹാർഡ്നെസ് ഓഫ് ഹിയറിംഗ്, കേൾക്കാൻ പ്രയാസമുള്ള അവസ്ഥകൾ, ഹിസ്സിങ്, റോറിങ് ലൈക്ക് സ്ട്രീം, ഒരു അരുവി ഇങ്ങനെ കുതിച്ചൊഴുകുന്ന പോലുള്ള ശബ്ദം. പലപ്പോഴും അത് മെക്കാനിക്കൽ കോസ് കൊണ്ടാകാം. എന്തെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ്, ചില ജീവികൾ, വണ്ടോ പ്രാണികളോ ഒക്കെ കയറിയാകാം. എന്തെങ്കിലും എന്താ പറയുക, നമ്മളുടെ ഇയർ വാക്സ് കട്ട പിടിച്ചിരുന്നിട്ടാകാം. അങ്ങനെ എന്തെങ്കിലും മെക്കാനിക്കൽ കോസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉള്ളിൽ പോയിട്ടാകാം. ഇനി അതർ ടൈംസ് നെർവ്സിൻ്റെ കണ്ടീഷൻ കൊണ്ടുള്ള ഹിയറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ. അത് പലപ്പോഴും എനിക്കൊരു സുഹൃത്തിനറിയാം, അദ്ദേഹത്തിന് കേൾവിയുടെ പ്രശ്നമുണ്ട്. എറണാകുളത്ത് വെച്ച് ഒരു ജേർണലിസ്റ്റ് സുഹൃത്താണ് കൊണ്ടുപോയി കേൾവി പരിശോധിക്കുന്ന ഒരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ലാബിൽ കൊണ്ടുപോയി കേൾവി പരിശോധിച്ചു. പലതരത്തിലുള്ള പരിശോധനകൾ. ഈ പരിശോധനകളെല്ലാം അദ്ദേഹം നോർമലാണ്. പക്ഷെ ആളുടെ അനുഭവത്തിൽ അദ്ദേഹത്തിന് കേൾവി ക്ലിയർ അല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ബാബുചേട്ടനത് കൊണ്ടുപോയി സംസാരിച്ചു. ബാബുചേട്ടൻ പറഞ്ഞ ഈ ഒരു സാധ്യതയാണ്, ഉണ്ടോ, കണ്ടീഷൻ ഓഫ് ദ നെർവ്സ്, നാഡികളുടെ ഒരു അവസ്ഥ. ചെവിക്ക് പ്രശ്നമൊന്നുമില്ല, കേൾവിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നാഡികളുടെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഡാമ്പനിങ് ആകാം, എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ ആകാം. മെസ്സേജ് ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ആ ഒരു മെസ്സേജ് ട്രാൻസ്പോർട്ടേഷൻ്റെ എന്തെങ്കിലും ഇമ്പിഡിമെൻസ് ആകാം.
അങ്ങനത്തെ പ്രശ്നങ്ങളാകാം. അപ്പം അങ്ങനെ ചില അതൊക്കെ ഈ ഒരു ENT സർജന് ചിലപ്പോൾ അത് അസാധാരണമായിട്ട് തോന്നാം. അന്ന് ആ എറണാകുളത്ത് അന്നത്തെ വളരെ പ്രസിദ്ധരായ ENT സർജന്മാരൊരാളായിരുന്നു. അദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത മാതിരി ഒന്നും ചികിത്സിക്കാനില്ല, ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കണോ, വെച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ടെസ്റ്റ് എല്ലാം നോർമലാണ്. അങ്ങനെ ചില അവസ്ഥകൾ വരും. അതിന് കണ്ടീഷൻ ഓഫ് ദ നെർവ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന അനുഭവം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെയുള്ള കേസുകൾ ചിലപ്പോൾ വരും, റിസൾട്ടുമായിട്ട് വരും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കേൾവി അല്ലെങ്കിൽ ചിലപ്പോൾ ആ കേൾക്കുന്നത് തിരിച്ചറിയാനുള്ള ഇനബിലിറ്റി ആകാം, നെർവ്സിൻ്റെയോ ബ്രെയിനിൻ്റെയോ പ്രശ്നങ്ങളാകാം. അപ്പോൾ സൈലീഷ്യ പോലുള്ള ഔഷധങ്ങൾ അതൊക്കെ കവർ ചെയ്യും. ഈ സോക്കോൾഡ് മോഡേൺ മെഡിസിൻ നിസ്സഹായമായി പോകുന്ന അത്തരം അവസ്ഥകളിൽ ഹോമിയോപ്പതിയുടെ വലിയ പങ്കിലേക്കാണ് ഇത് വലിച്ചുകൊണ്ടുവന്നത്. ഇറ്റ് ഈസ് കോമൺലി ദ ബിഗിനിങ് ഓഫ് എ ഡ്രൈ കാറ്റാർ ഓഫ് ദ മിഡിൽ ഇയർ. ദ റെമഡി ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ വെൻ the catarrh of the middle ear and eustachian tube. The deafness goes on for some time and the hearing returns with a snap due to the escape of the accumulation of fluids somewhere and described by the patient as a snap or report. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ മധ്യകർണം മിഡിൽ ഇയറിലോ കർണനാളി യൂസ്റ്റേഷൻ ട്യൂബിലോ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവിടുത്തെ ഇൻഫെക്ഷൻ എന്തെങ്കിലും കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സൈലീഷ്യ കൂടുതലും കവർ ചെയ്യുന്നത്. ഇതെങ്ങനെ ഒരു ഫ്ലൂയിഡോ എന്തെങ്കിലും അവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അതങ്ങോട്ട് മാറിപ്പോകുന്നു. ഈ മാറിപ്പോകുമ്പോൾ ഒരു ശബ്ദം, ഒരു ക്രാക്കിംഗ് സൗണ്ട്, അല്ലെങ്കിൽ സ്നാപ്പ് ഓർ റിപ്പോർട്ട്. റിപ്പോർട്ട് പറയുന്നത് നമ്മൾ സാധാരണ പരിചയിച്ച റിപ്പോർട്ടല്ല, റിപ്പോർട്ട് ഓഫ് ദ ഗൺ. അത് നിറയൊഴിക്കുക എന്ന് പറയില്ലേ, ഒരു തോക്ക് നിറയൊഴിക്കുന്നതിൻ്റെ റിപ്പോർട്ടെന്ന് പറയും. അപ്പോൾ സ്നാപ്പ് അത് തന്നെ. അപ്പോൾ പെട്ടെന്നൊരു വെടി ഒച്ച കേട്ട പോലത്തെ ഒരു ശബ്ദം ഉണ്ടാകുന്നു, ആ ഒബ്സ്ട്രക്ഷൻ മാറിപ്പോകുന്നു, അപ്പോൾ ഹിയറിംഗ് ക്ലിയർ ആവുന്നു. വീണ്ടും കുറേ കഴിയുമ്പോഴേക്കും എന്തോ ഫ്ലൂയിഡ്സോ എന്തെങ്കിലും വന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഹിയറിംഗ് കുറയുന്നു. വീണ്ടും ഒരു പെട്ടെന്നൊരു പൊട്ടലിൻ്റെ ശബ്ദത്തോടുകൂടി ചെവി ക്ലിയർ ആവുന്നു. അപ്പോൾ ആ ഒരു സിംറ്റമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Sudden reports in the ear like a cannon, distant noise with return of hearing. അപ്പോൾ അത് തന്നെ വീണ്ടും പറയുന്നത്, ഒരു കാനൺ പീരങ്കി നിറയൊഴിക്കുന്ന ഒരു ശബ്ദം പോലെ ഉണ്ടായിട്ട് ഈ ഹിയറിംഗ് ക്ലിയർ ആവുന്നു. ഡിസ്റ്റന്റ് നോയ്സ്, വളരെ വിദൂരമായ ഒരു ശബ്ദം, എവിടെയോ വളരെ ദൂരെ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നു, അപ്പോഴേക്കും ചെവി ക്ലിയർ ആവുന്നു. ഒട്ടോറിയ, ഒഫൻസീവ്, വാട്ടറി, കേർഡി വിത്ത് സോർനെസ് ഓഫ് ഇന്നർ നോസ് and crust on upper lip after abuse of mercury with caries. ഒരു പ്രോവറെ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓട്ടോറിയ, ചെവിയൊലിപ്പ്, വളരെ ദുർഗന്ധം ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ വാട്ടറി ആകാം, കട്ടിയൊരു കേടി തൈര് പോലെയാകാം. ഇന്നർ നോസിൽ സോർനെസ് ഉണ്ടാകാം. അപ്പർ ലിപ്സിൽ ഇങ്ങനെ ക്രസ്റ്റ്, ഇങ്ങനെ പൊട്ട കെട്ടിയ പോലെ ഉണ്ടാകാം. എപ്പോഴാണ്? ആഫ്റ്റർ അബ്യൂസ് ഓഫ് മെർക്കുറിയുടെ അബ്യൂസിന് ശേഷം. അത് ഇന്നിപ്പോൾ ആ മെർക്കുറി അബ്യൂസിന് ശേഷം ഇത്തരം പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ സമാനമായ സാഹചര്യങ്ങൾ ഇപ്പോഴും ഉണ്ടാകാം. ഞാൻ നേരത്തെ പല്ലിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മെർക്കുറിയുടെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച്. അതുപോലെ മെർക്കുറിയുടെ ഔഷധമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരം അന്നത്തെ സാഹചര്യത്തിൽ കെൻഡ് പറയുന്ന ഈ കാര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളിലും സംഭവിക്കാം. Caries of bone in any part of the body, but especially of the small bones of the ear, nose and mastoid process. അപ്പോൾ അസ്ഥികളിൽ ഇങ്ങനെ കാരീസ് വരുന്നു, ഇങ്ങനെ ദ്രവിച്ച് പോയിട്ട് കാവിറ്റീസ് പോലെ വരുന്നു. അത് ചെവിയിലെയും മൂക്കിലെയും ചെറിയ അസ്ഥികളിലാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. സ്കാർസ് ബിഹൈൻഡ് ദ ഇയേഴ്സ്, ചെവിയുടെ പുറകിൽ ചൊറി വരുന്നു, അതൊരു പ്രോറെ കോട്ട് ചെയ്തിരിക്കുക. റപ്ചർ ഓഫ് ദ ഡ്രം ഓഫ് ദ ഇയർ, ചെവിയിലെ പാട, കേൾവിയുടെ ആധാരമായ വൈബ്രേഷൻസ് ഉണ്ടാകുന്ന പാട പൊട്ടിപ്പോകുന്ന അവസ്ഥ, റപ്ചർ. അത് സർജിക്കൽ കണ്ടീഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
ഹോമിയോപ്പതിയിൽ സർജന്റെ പണി ചെയ്യുന്നൊരു ഔഷധമാണ് സൈലീഷ്യ. കറ്റാറൽ കണ്ടീഷൻസ് ഓഫ് ദ ഇന്റേണൽ ഇയർ ആൻഡ് യൂസ്റ്റേഷൻ ട്യൂബ് വിത്ത് ഫീലിംഗ് ഓഫ് സഡൻ സ്റ്റോപ്പേജ് ഇൻ ദ ഇയർ, ബെറ്റർ ബൈ ഗാസ്പിംഗ് ഓർ സോളോയിങ്. പെട്ടെന്ന് ചെവി അടഞ്ഞു പോകുന്നു. അത് മാറുന്ന എങ്ങനെയാ? ഒന്ന് വിഴുങ്ങുന്ന പോലെ നമ്മളൊന്ന് ആക്ട് ചെയ്താൽ മതി. എനിക്ക് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, ഹൈ റേഞ്ചിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെവി അടഞ്ഞു പോകും. അപ്പോൾ ഒന്നിങ്ങനെ ഉമിനീര് ഇറക്കുന്ന പോലെ നമ്മളൊന്ന് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കും. എസ്പെഷ്യലി വിത്ത് ഇയർ ട്രബിൾസ് ദർ വിൽ ബി അസോസിയേറ്റഡ് ഇൻഡ്യൂറേറ്റഡ് പാരോട്ടിഡ് ഗ്ലാൻസ്. അപ്പോൾ ചെവിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പാരോട്ടിഡ് ഗ്ലാൻസിലെ കല്ലിപ്പും കൂടി വരുന്നുണ്ട്. അക്യുമുലേഷൻ ഓഫ് ഹാർഡ് ക്രസ്റ്റ് ഇൻ ദ നോസ്, ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ, എപ്പിറ്റാക്സിസ്, തിക്കനിങ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ, മോസ്റ്റ് വിഷ്യസ് കാറ്റർ വിത്ത് ഡിസ്ചാർജ് ഓഫ് ബോൺ ഫ്രം ദ നോസ്. ഉണ്ടോ? മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തോരം പ്രശ്നങ്ങളാണ്. മൂക്കിൽ നിന്ന് അസ്ഥി വേർപെട്ട് പുറത്തേക്ക് പോകുന്ന അവസ്ഥ. കൊച്ചു കൊച്ചു അസ്ഥികൾ വേർപെട്ട് അപ്പോൾ എത്രത്തോളം പിന്നെ രൂക്ഷമാണ് മൂക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് ആലോചിച്ച് നോക്കിക്കുക. ചില ആളുകൾ ഈ പ്രത്യേകിച്ച് പണ്ടൊക്കെ കുഷ്ഠരോഗികളെ കണ്ടിട്ടുള്ളത്, മൂക്ക് ദ്രവിച്ചു പോയിട്ട് മൂക്കിൻ്റെ അവിടെ ഒരു ഹോള് മാത്രമേ കാണുള്ളൂ. പണ്ടൊക്കെ വഴിയിലൊക്കെ കുഷ്ഠരോഗികൾ വിഷയായിരിക്കാനിരിക്കുമ്പോൾ സാധാരണ കാണുന്നൊരു കാഴ്ചയായിരുന്നു. ഞാൻ നേരത്തെ ഒരിക്കലും പറഞ്ഞ പോലെ കുഷ്ഠരോഗികളെ, തെരുവിൽ കാണുന്ന കുഷ്ഠരോഗികളെ കൊണ്ട് ചികിത്സിക്കുന്ന ഒരു സന്യാസി എറണാകുളത്ത് കളമശ്ശേരി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ കണ്ട് എൻ്റെ ഒരു ബന്ധുവായൊരു അലോപ്പാത്ത്, പുള്ളിക്ക് മനംമാറ്റം വന്നതും ഹോമിയോപ്പതി പഠിച്ച് പ്രസിദ്ധനായ ഹോമിയോപ്പാത്തായതും തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MGR ചികിത്സയായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ സൈലീഷ്യയൊക്കെ അത്തരം കണ്ടീഷനിൽ ആ സന്യാസി ചിലപ്പോൾ ഉപയോഗിച്ചിരുന്നിരിക്കണം, നമുക്കറിയില്ല. ഹൊറിബിൾ ഫെറ്റിഡ് എസീന, ഓൾ സിഫിലിറ്റിക് കേസസ് വെർ ദ നേസൽ ബോൺസ് ആർ ഡിസ്ട്രോയിഡ് and the nose becomes a flabby bag is sunken in or ulcerated away, leaving an opening. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കുഷ്ഠരോഗികൾ സംഭവിക്കുന്ന ഒരു അവസ്ഥ. മൂക്കൊക്കെ ദ്രവിച്ചു പോയി. എസീന എന്ന് പറഞ്ഞാൽ അവിടെ ദ്രവിച്ച് പഴുത്ത് ദ്രവിച്ച് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഓൾ സിഫിലിറ്റിക് കേസസ് വേർ ദ നേസൽ ബോൺസ് ആർ ഡിസ്ട്രോയിഡ് ആൻഡ് ദ നോസ് ബിക്കംസ് എ ഫ്ലാബി ബാഗ്. നാസൽ ബോൺസ് പോയിട്ട് ഒരു ഫ്ലാബി ബാഗ്, ഇങ്ങനെ ചുളിഞ്ഞു കിടക്കുന്ന സഞ്ചി പോലെ മൂക്കാകുക. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുഷ്ഠരോഗികളിലാണ്. തെരുവിലൊക്കെ ഇത് കാഴ്ച കാണാമായിരുന്നു. സൈലീഷ്യ മേ ക്യൂർ ആൻഡ് ആൻ ആർട്ടിഫിഷ്യൽ നോസ് ബി മെയ്ഡ് ആഫ്റ്റർ വേർഡ്സ്. ഇത്തരം കേസുകളിൽ ഒരു ഹോമിയോപ്പാത്താണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് സൈലീഷ്യ അതിനെ ഹീൽ ചെയ്യാം. മേ ഹീൽ എന്ന് വെച്ചാൽ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്താൽ, സൈലീഷ്യയുടെ ജനറാലിറ്റീസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ സൈലീഷ്യ ഈ മൂക്കിൻ്റെ ഈ ഒരു അവസ്ഥയെ ഹീൽ ചെയ്യും. ഹെപ്പാർ കോമ്പീറ്റ്സ് വിത്ത് സൈലീഷ്യ ഇൻ സിഫിലിറ്റിക് ആൻഡ് നാസൽ കാറ്റാർസ് വേർ ദ പാർട്സ് ആർ ഫെജിഡീനിക്. അപ്പോൾ സൈലീഷ്യയുമായിട്ട് ഈ ഫെജിഡീനിക് കണ്ടീഷനിൽ, അതായത് ദ്രവിച്ച് വിട്ടുപോകുന്നൊരവസ്ഥയിൽ സൈലീഷ്യയുമായിട്ട് ഹെപ്പാർ മത്സരിക്കുന്നുണ്ട്. സൈലീഷ്യ കാണിക്കുന്ന പോലെ തന്നെ ഹെപ്പാറും കാണിക്കുന്നുണ്ട്. ഹെപ്പാർ, മെർക്കുറിക്കോർ, ആഴ്സനിക്, ഇത് മൂന്നും എൻ്റെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആർ ദ പ്രിൻസിപ്പൽ ആൻറ്റിസിഫിലിറ്റിക്സ് വെൻ ദർ ഈസ് ഫെജിഡീനിക് അൾസറേഷൻ ഓഫ് ദ നോസ്. മൂക്കിൽ ഇതേപോലെ ഫെജിഡീനിക് അൾസറേഷൻ, പഴുത്ത് നാസൽ ബോൺസും മറ്റുമൊക്കെ വിട്ട് പോകുന്നൊരവസ്ഥയിൽ, അത്തരം അവസ്ഥയിൽ പ്രിൻസിപ്പൽ ആൻറ്റിസിഫിലിറ്റിക് ആയിട്ടുള്ള ഹെപ്പാർ, മെർക്കുറിക്കോർ, ആഴ്സനിക് എന്നിവയും സൈലീഷ്യയെ പോലെ തന്നെ ഉപയോഗക്ഷമമാണ്. ബേബീസ് സഫർ ഫ്രം ബ്ലഡി നാസൽ ഡിസ്ചാർജ്. ചെറിയ ശിശുക്കളിൽ മൂക്കിൽ നിന്നും ചോര പോകുന്ന അവസ്ഥ. ദിസ് ഇസ് ഓഫൺ കൽക്കേറിയ സൾഫ്. അത് പലപ്പോഴും കൽക്കേറിയ സൾഫാണ് വരുന്നത്, പക്ഷെ സൈലീഷ്യയും വരും. ദ ആസ്പെക്ട് ഓഫ് ദ സൈലീഷ്യ ഫേസ് ഇസ് സിൽക്കി, അനീമിക്, വാക്സി, ടയേർഡ്. ഇതൊരു സൈലീഷ്യയുടെ ഒരു ജനറൽ കണ്ടീഷൻ. ഒരു സൈലീഷ്യ പേഷ്യൻറ്റിൻ്റെ മുഖഭാവം എങ്ങനെയായിരിക്കും? സിൽക്കിയാണ്, അനീമിക്കാണ്, വാക്സിയാണ്, ടയേർഡാണ്. ഇതൊക്കെയാണ് സാറിൻ്റെ പേഷ്യൻ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഫസ്റ്റ് ഇംപ്രഷൻ. അത് അത്ര ഇംപ്രഷൻസ് നിങ്ങൾക്കൊരു ഒന്നിലധികമോ ഔഷധങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടും. അത് നിങ്ങൾക്ക് പിന്നീട് കൊറാബറേറ്റ് ചെയ്ത് ഒരു സിംപ്റ്റമത്തിലേക്ക് പോകാവുന്നതാണ്.
Pustular and vesicular eruptions spread over the face. The wings of the nose crack. The lips easily fissure. Crusts form on the margin between the mucous membrane and the skin. Eruptions and crusts. Indurations form under the crusts. They peel off and there is no healing. ഉണ്ടോ? എത്രയോ പ്രശ്നങ്ങളാണ്. ഇറപ്ഷൻസ്, വെസിക്കുലർ ഇറപ്ഷൻസ് മുഖം മുഴുവൻ പടരുന്നു. ഈ മൂക്കിൻ്റെ വിങ്സ് ക്രാക്സ് ഉണ്ടാകുന്നു, ലിപ്സിൽ ഫിഷേഴ്സ് ഉണ്ടാകുന്നു, മ്യൂക്കസ് മെംബ്രെയിനും സ്കിന്നിനും ഇടയിൽ ക്രസ്റ്റ് ഉണ്ടാകുന്നു, ഇറപ്ഷൻസ് ഉണ്ടാകുന്നു. ഈ ക്രസ്റ്റിൻ്റെ കീഴെ ഇൻറ്ററേഷൻസ് ഉണ്ടാകുന്നു, തൊലി കട്ടിയാവുന്നു, എന്നിട്ട് അത് തൊലി ഉരിഞ്ഞു പോകുന്നു, പീൽ ഓഫ് ഉണ്ടാകുന്നു. ദർ ഇസ് നോ ഹീലിംഗ്. ഇതിനൊരു ശമനം കിട്ടുന്നുമില്ല. രോഗികളെ സംബന്ധിച്ച് എത്രയോ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയാണ് ഇതൊക്കെ. നമുക്ക് പറയുമ്പോൾ സാറോട് പറഞ്ഞു പോകാം, പക്ഷേ ഇത് അനുഭവിക്കുന്ന രോഗി എത്രയോ മാനസിക ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കും. അതൊക്കെ ഇത്തരം അവസ്ഥകളൊക്കെ ഹോമിയോപ്പതിയിലെ സൈലീഷ്യ പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റും. ദ സ്മോൾ ബ്ലഡ് വെസൽസ് ദാറ്റ് ലീഡ് ടു ദം ബിക്കം തിക്കർ ആൻഡ് തിക്കർ അണ്ടിൽ ദേ ബിക്കം ഗ്രിസ്ലി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്ന ചെറിയ ബ്ലഡ് വെസൽസ് അത് കട്ടിയായിട്ട്, അത് കട്ടി മാംസം പോലെ, ഏതാണ്ട് കാർട്ടിലേജ് പോലെ, ഈ ഗ്രിസ്ലി എന്ന് പറഞ്ഞാലും സാധാരണ മാംസത്തിൽ തന്നെ ഭക്ഷ്യയോഗ്യമല്ലാത്ത കട്ടിയായി പോയ മാംസമാണ്. ഏതാണ്ട് ഒരു അവസ്ഥയിലാണ് വരുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ബ്ലഡ് വെസൽസ് തന്നെ കട്ടിയായി. There is a tendency to make the soft tissues harder and the hard tissues harder. അപ്പോൾ സൈലീഷ്യയുടെ ഒരു ടെൻഡൻസിയാണത്. മൃദുവായ കോശങ്ങളെ അല്ലെ കലകളെ, ടിഷ്യൂസിനെ കട്ടിയാക്കുക, കട്ടിയായിട്ടുള്ള ടിഷ്യൂസിനെ കൂടുതൽ കട്ടിയാക്കുക. ഇൻ ചൈൽഡ്ഹുഡ് ദ ബോൺസ് ബിക്കം സോഫ്റ്റർ ആൻഡ് ഈവൻ നെക്രോസ് ഓർ ദർ ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരിയോസ്റ്റിയം ആൻഡ് എ കോൺസിക്വൻറ്റ് നെക്രോസിസ്. അപ്പോൾ കുട്ടികളിൽ അസ്ഥികൾക്ക് മൃദുവാകാനുള്ളൊരു ടെൻഡൻസി വരും. ഈവൻ നെക്രോസ്, അതിൻ്റെ ജീവൻ പോയി ഒരവസ്ഥ വരും. ഇൻഫ്ലമേഷൻ, പെരിയോസ്റ്റിയത്തിൽ ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ പരിണതഫലമായിട്ട് അത് ദ്രവിച്ച് ജീവൻ പോകുന്നൊരവസ്ഥ വരും. കാരീസ് ഓഫ് ദ ഷാഫ്റ്റ് ഓഫ് ദ ലോങ് ബോൺസ്, നീണ്ട അസ്ഥികളുടെ ഷാഫ്റ്റിൽ ഇങ്ങനെ കാരീസ് വരുന്നു. The head of the bones and the cartilaginous portions, abscesses in cartilages, enchondromata. അപ്പോൾ അസ്ഥികളുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അസ്ഥികളുടെ ഹെഡിൽ, കാർട്ടിലജിനസ് പോർഷൻസിലൊക്കെ കാരീസ് ഇങ്ങനെ ദ്രവിച്ച് കുഴികൾ പോലെയൊക്കെ ഉണ്ടാകുന്നു, പഴുപ്പുണ്ടാകുന്നു, അസ്ഥികൾ മുഴയുണ്ടാകുന്നു. ബോൺസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഫോം ഫിസ്റ്റുലസ് ഓപ്പണിങ്സ്. ഉണ്ടോ? ബോൺസ് ദ്രവിച്ച് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, ഫിസ്റ്റുലസ് ഓപ്പണിങ്സ് വരുന്നു. നെക്രോസിസ് ഓഫ് ദ ജോ, ദ ജോയിൻസ്, ദ ഹിപ്പ് ജോയിൻറ്റ്, ദ ടിബിയ, നെക്രോസിസ് ഓഫ് ദ സ്പൈൻ, ഓഫ് ദ വെർട്ടിബ്രേ, സോ ദാറ്റ് ദർ ഈസ് കർവേച്ചർ ഓഫ് ദ സ്പൈൻ, ലാറ്ററൽ എസ്പെഷ്യലി. ഉണ്ടോ? താടിയല്ലിൽ, സന്ധികളിൽ, ഹിപ്പ് ജോയിൻറ്റിൽ, കാലിൽ, നീണ്ട അസ്ഥിയിൽ, സ്പൈനിൽ, പിന്നെ വെർട്ടിബ്രയിൽ ഒക്കെ ഇതേപോലെ ദ്രവിച്ചു പോകുന്ന അവസ്ഥ, അസ്ഥിക്ഷയം സംഭവിക്കുന്നു. എന്നിട്ടെന്താ, ഈ സ്പൈനിൽ ക്ഷയം സംഭവിക്കുമ്പോൾ സ്പൈൻ ബലം കുറഞ്ഞ് വളഞ്ഞു പോകുന്നു. ലാറ്ററൽ എസ്പെഷ്യലി, മുന്നോട്ടല്ല വശങ്ങളിലേക്ക് ചരിഞ്ഞു പോകുന്നു, വശങ്ങളിലേക്ക് ചരിഞ്ഞു പോകുന്ന അവസ്ഥ. The homeopathic physicians may treat these affections of the bones with the help of accessory contrivances or supports. അപ്പോൾ ഹോമിയോപ്പതിക് ഫിസിഷ്യൻസ് ഇത്തരം ചികിത്സകൾ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ സൈലീഷ്യ പോലുള്ള ഔഷധങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, ആർട്ടിഫിഷ്യൽ സപ്പോർട്ട് കൂടി കൊടുക്കണം. അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ആളെ നേരെ നിർത്താൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വേദനാജനകമായ ഒരു അനുഭവമുണ്ട്. ബാബുച്ചേട്ടൻ്റെ അന്ത്യകാലത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായി. ഒരു വശം ചരിഞ്ഞുപോയി, വശം ചരിഞ്ഞു നിൽക്കും. അപ്പോൾ സൈലീഷ്യ ബാബുച്ചേട്ടൻ മുൻപൊക്കെ അടക്കം ഉപയോഗിച്ചിരുന്ന ഔഷധമാണ്. ചില സാഹചര്യങ്ങളിൽ സൈലീഷ്യ ബാബുച്ചേട്ടന്
ഉപകരിക്കുമായിരുന്നു. കാരണം ബാബുച്ചേട്ടൻ ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻ്റാണ്. മെഡിസിൻസ് പൊട്ടൻസ് കഴിച്ചാൽ പ്രൂവ് ചെയ്യും. ഒരിക്കലും എന്തോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചതവുണ്ടായിട്ട് ഒരു ഡോസ് ആർണിക്ക കഴിച്ചിട്ട് ആർണിക്കയുടെ സകല സിംറ്റംസും കാണിച്ചു. അത് കഴിവതും ബയോകെമിസ്ട്രി കഴിച്ച് അദ്ദേഹം പോളായിരുന്നു. സൈലീഷ ഉപകരിക്കും. പക്ഷേ ഈ മരണത്തിന് ഒരു 2 വർഷം മുൻപ് അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുകയാണല്ലോ, വാർദ്ധക്യമായി, വീണിട്ട് ഈ ഹിപ്പിൽ പൊട്ടലുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒരു ഇംപ്ലാന്റ് ഇട്ടിരുന്നു. ഇംപ്ലാന്റ് ഇട്ട് അതിനെ സ്ക്രൂ ചെയ്ത് വെച്ചിരുന്നു. ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് സൈലീഷ കഴിക്കാൻ പറ്റില്ല. സൈലീഷ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ എക്സ്പെൽ ചെയ്യും. അതുകൊണ്ട് അദ്ദേഹം ഇതേപോലെ ആർട്ടിഫിഷ്യൽ കൺട്രീവൻസസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു എക്സസൈസ്, ഇദ്ദേഹത്തിൻ്റെ ബന്ധുവായുള്ളൊരു പീഡിയാട്രിക് സർജൻ ഉണ്ടായിരുന്നു, ഡോക്ടർ രാമാനന്ദ പൈ എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ട് ഒരു എക്സസൈസൊക്കെ പറഞ്ഞു കൊടുത്തൊരു വലിയൊരു കണ്ണാടി സ്ഥാപിച്ച് അതിൻ്റെ മുന്നിൽ ഉയർന്ന കസേര ഇരുന്നിട്ട് ബോധപൂർവം നിവരുക. അങ്ങനെ ഒരു 2 ആഴ്ച കൊണ്ട് സ്റ്റഡിയായി. പിന്നീട് അധികം കാലം ജീവിച്ചിരുന്നില്ല, മരിച്ചുപോയി. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം പറയുകയാണ്. ഇതൊക്കെ ഈ അസ്ഥികളിൽ ക്ഷയമുണ്ടായിട്ട് വളഞ്ഞു പോകൽ, നട്ടലിൽ ക്ഷയമുണ്ടായിട്ട് ആൾ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകൽ, ഇത്തരം അവസ്ഥകളെയൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. കൂടെ ഇത്തരം മറ്റ് ഉപകരണ കൺട്രൈവൻസസ് കൂടി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എത്രയോ വിലപ്പെട്ട ഔഷധമാണ് സൈലീഷ്യ. ഈ ഭാഗത്തു നിന്ന് തന്നെ എത്രയോ അമൂല്യ അറിവുകൾ നമുക്ക് ലഭിച്ചു. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിന്ന് കേൾക്കാം. ഇതുവരെ ഈ ചാനൽ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം നന്ദി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഈ ചാനൽ പരിചയിക്കാത്തവർക്ക് നിങ്ങളത് പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.